കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിലെ 7 ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ സുപ്രീം കോടതിയിലെ ജാമ്യത്തിന് പോയി. അവർക്ക് ജാമ്യം ലഭിച്ചില്ല. അവരുടെ വാദഗതികളൊന്നും സുപ്രീം കോടതി അംഗീകരിച്ചില്ല. 2001 2011 ഇടയിലാണ് കരുവന്നൂർ സഹകരണ ബാങ്കിൻ്റെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായിരുന്ന വ്യക്തികൾ സുപ്രീം കോടതിയിൽ പോയത്. ഈ ജസ്റ്റിസ് അമാനുള്ള അധ്യക്ഷനായ ബെഞ്ചാണ് ഇവർക്ക് ജാമ്യം നിഷേധിച്ചത്. കരുവന്നൂർ ബാങ്ക് കൊള്ള മാത്രമല്ല, കേരളത്തിൽ ധാരാളം കോപ്പറേറ്റീവ് ബാങ്കുകളിൽ കൊള്ള നടന്നിട്ടുണ്ട്. ധാരാളം പേർക്ക് പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇതുപോലുള്ള തട്ടിപ്പുകൾ, അതിൻ്റെ മേധാവികളായിട്ട് CPM-ൻ്റെ അംഗങ്ങളായ മാത്രമുള്ള ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സുണ്ട്, CPI-യുടെ ഉണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ CPI-യുടെ അംഗങ്ങളായിരുന്നു ഡയറക്ടർ ബോർഡ് മെമ്പർ. ചില കോൺഗ്രസ്സുകാരും അംഗങ്ങളായ സ്ഥലങ്ങളിലൊക്കെ വെട്ടിപ്പും തട്ടിപ്പും ഒക്കെ നടന്നിട്ടുണ്ട്. BJP ഈ ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സായ സ്ഥലങ്ങളിലും തട്ടിപ്പ് നടന്നിട്ടുണ്ട്. എങ്കിലും ഒരു ബാങ്കിലെ, ഒരു സൊസൈറ്റിയിലെ ആര് പണം ഇട്ടാലും ശരി, ആ ഡയറക്ടർ ബോർഡ് അംഗങ്ങളും അവിടുത്തെ സ്റ്റാഫും അത് പല രീതിയിലും അടിച്ചു മാറ്റുന്നതാണ് നമ്മൾ കുറേ വർഷങ്ങളായി കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെയധികം കഷ്ടപ്പെട്ട് അവരുടെ ജീവിത സമ്പാദ്യങ്ങൾ മുഴുവൻ ഒരേ ബാങ്കിൽ കൊണ്ടിട്ട് അതിൻ്റെ പലിശ കൊണ്ട് ജീവിക്കുന്ന പല ആൾക്കാരും ഇപ്പോൾ ആകെ ദാരിദ്ര്യതയ്ക്ക് പോയി കഴിഞ്ഞു. കാരണം ഒരേ ബാങ്കിൽ നമുക്കറിയാം, ഓരോ വാർത്തകൾ വന്നപ്പം ഒരേ ബാങ്കിലുള്ള ഡയറക്ടറുടെ അംഗങ്ങളുടെ സ്വാധീനത്തിൽ അവിടെ പണയം വെക്കുന്ന ഒരേക്കർ വെച്ചാൽ ആ ഒരേക്കറിന് കിട്ടാനുള്ളതിൻ്റെ ഇരട്ടി അവിടെ ലോൺ അനുവദിക്കുകയും അതേ ഡോക്യുമെൻ്റ് വേറെ ചില ആൾക്കാർ ഉപയോഗിച്ച് ആ ബാങ്കിൽ തന്നെ വീണ്ടും ലോൺ അനുവദിക്കുകയും അങ്ങനെ അത് ടെമ്പററി ആയിട്ട് ബാങ്കിന് സ്വാധീനമുള്ള ഡയറക്ടർ ബോർഡ് ബന്ധുക്കളാണ് അങ്ങനെയൊക്കെ വാങ്ങിച്ചിരിക്കുന്നത്. അങ്ങനെ വാങ്ങിച്ചവർക്ക് അവർ കൃത്യസമയത്ത് പണം അടയ്ക്കുമെന്നൊരു ധാരണയിലായിരുന്നു ഈ രീതിയിലുള്ള തട്ടിപ്പിനൊക്കെ ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സ് കൂട്ടുനിന്നത്. ഇവിടെ ഇപ്പോൾ സുപ്രീം കോടതി ജസ്റ്റിസ് അമാനുള്ളയുടെ ബെഞ്ചിൽ ഈ 2001 2011 ഇടയിൽ ആ ബാങ്കിലെ ഡയറക്ടറായിരുന്ന ഒരു വാദഗതി തങ്ങളുടെ കാലഘട്ടത്തിൽ നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ്. അങ്ങനെയല്ല, ഒരു സഹകരണ ബാങ്കിലെ ഡയറക്ടർ ബോർഡ് മെമ്പർക്ക് നഷ്ടം ഉണ്ടായോ ഇല്ലയോ എന്നുള്ള ഇപ്പോഴത്തെ അവിടുത്തെ അവസ്ഥയിൽ ഇവർ ബാധ്യസ്ഥരാണ്. അവരുടെ കാലഘട്ടത്തിലുണ്ടായ സംഭവങ്ങൾ ബാങ്കിൻ്റെ ലാഭനഷ്ട കണക്കിലല്ല നിൽക്കുന്നത്. അവിടുത്തെ ഫണ്ട് കൊടുത്തിരിക്കുന്നതും ഡിപ്പോസിറ്റ് ചെയ്യുന്നവർക്കും മുതൽ തിരിച്ചു കൊടുക്കാൻ ഈ ബാങ്കിൽ ആൾക്കാർക്ക് കഴിയുമോ എന്നുള്ളതാണ്. അതൊന്നും കോടതി പരിഗണിച്ചില്ല. ഹർജിക്കാരുടെ പങ്ക് അന്വേഷണ സംഘം എന്താണെന്ന് കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അത് കോടതിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് സഹകരണ ബാങ്കിലെ, കരുവന്നൂർ സഹകരണ ബാങ്കിലെ 7 ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സിനും അവരുടെ കാലഘട്ടത്തിൽ നഷ്ടം ഉണ്ടായില്ല എന്നുള്ള വാദഗതിയൊന്നും കോടതി അംഗീകരിച്ചില്ല. അവിടെ ഡിപ്പോസിറ്റ് ഇട്ടവരുടെ പണം മുഴുവൻ അടിച്ചു മാറ്റിയതിൽ അവർക്കും പങ്കുണ്ട്, അല്ലെങ്കിൽ അവർ നഷ്ടം ഉണ്ടായിട്ടില്ല, അവരുടെ റെക്കമെൻഡേഷനിൽ പണം പോയിട്ടുണ്ട്. ഇങ്ങനെയുള്ള പല രേഖകളും സുപ്രീം കോടതിയിലെ ഇവിടുത്തെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഹാജരാക്കിയിരുന്നു. കേരളത്തിലെ ഭൂരിപക്ഷം കോഓപ്പറേറ്റീവ് ബാങ്കുകളിലും ഉള്ള ഡിപ്പോസിറ്റുകൾ ഇപ്പോൾ അപ്രത്യക്ഷമായി കഴിഞ്ഞിരിക്കുന്നു. കാരണം അതൊക്കെ പല ശുപാർശയുടെ പേരിൽ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരേ വസ്തു വെച്ച് പലർക്കും അവിടെ തുക അനുവദിച്ചിട്ടുണ്ട്. ഇങ്ങനെ വാല്യുവേഷനിൽ കൃത്രിമം കാണിച്ച തുക അനുവദിച്ചിട്ടുണ്ട്. 1 ലക്ഷം രൂപയുടെ വസ്തു ചിലപ്പം 10 ലക്ഷം രൂപ വാല്യുവേഷൻ ഇട്ട് അവിടുന്ന് 10 ലക്ഷം രൂപ ലോൺ കൊണ്ട് പോയിട്ടുണ്ടോ. പൊതുവേ നമ്മൾ നോക്കുമ്പോൾ കോപ്പറേറ്റീവ് ബാങ്ക് സെക്ടറുകളിലേക്ക് അഴിമതി കേന്ദ്രങ്ങളാണ്. അവിടെയൊന്നും പണം നിക്ഷേപിക്കുന്നത് സുരക്ഷിതമല്ല എന്ന് മലയാളികൾക്ക് ഇനിയെങ്കിലും മനസ്സിലാകണം എന്നാണ് ഞാൻ കരുതുന്നത്.